ഹലോ, ഞാൻ MC. എന്നെ അറിയാമോ? അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ വീട് വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ജാവ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ കൺട്രോൾസൊക്കെ എന്തോന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കീബോർഡ് മൗസിൻ്റെ ഹബ്ബ് കേടായിപ്പോയി. അത് കാരണം എനിക്കിനി ജാവ കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ കാര്യം എൻ്റെ കൈ കൊണ്ട് കളിക്കണം. ഞാൻ പിന്നെ 2 ഫിംഗറാണ്, പറയേണ്ട അവസ്ഥയില്ല. അപ്പോൾ ഞാൻ ബെഡ്റോക്കിലോട്ട് വൈകാതെ തന്നെ തിരിച്ചു വരും. ലെസ് പ്ലേ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ബെഡ്റോക്ക് ലെസ് പ്ലേ. കീബോർഡ് മൗസ് കേടായ ഒത്തിരി സങ്കടം വരുന്നത്. കീബോർഡ് മൗസ് ഇല്ല, അതിൻ്റെ ഹബ്ബ് കേടായി. അതിൻ്റെ വിലയെന്ന് പറയുന്നത് 500 എൻ്റെ കാശുമില്ല. അപ്പം നമ്മളിന്ന് കൈ കൊണ്ട് കളിക്കും. അതിന് വേണ്ടി കൺട്രോൾസിൻ്റെ ഒക്കെ ക്വാളിറ്റി കുറയ്ക്കണം. അത് തന്നെ നിങ്ങൾക്ക് ഗെയിം പ്ലേയിൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ കൺട്രോളിൻ്റെ എന്താ പറയുമല്ലോ ഇനി, അത് തന്നെ സൂമിങ് എല്ലാം ചെയ്യുന്ന എല്ലാം സെറ്റാകട്ടെ. അപ്പോൾ എല്ലാം സെറ്റാക്കുന്നവരെ നിങ്ങളെല്ലാം ഇത് സ്പീഡിൽ കണ്ടു. ഹലോ, ഞാൻ MC. എന്നെ അറിയാമോ? എനിക്കറിയാം, ആർക്കും എന്നെ അറിയൂല. ഇന്നത്തെ വീഡിയോ ഞാൻ സീരിയസ് ആവാൻ പോവാണ് ഗൈസ്. അതന്നെ, ഞാൻ സീരിയസ് ആവാൻ പോവാ. ക്രീപ്പർ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും നന്നായിട്ട് തോന്നുന്നില്ല എനിക്ക് ഇന്നത്തെ വീഡിയോ സീരിയസ് ആവാൻ കഴിയുമെന്ന്. ഓക്കെ, നമുക്ക് ലാവ് ഒപ്പിക്കണം. അതിന് മുമ്പ് കിടന്നുറങ്ങണം. ഇപ്പോഴും ഈ മഴയത്ത് നമ്മൾ ഇങ്ങനെ ജോലിയിരിക്കാൻ പാടില്ല. ഇത് രാത്രി ആയിട്ടില്ല. ഇത് കിടക്കുന്ന ലാവ. നമുക്ക് നല്ല ഭാഗ്യമുണ്ട് ഗൈസ്, അവിടെ ലാവ അടപ്പുണ്ട്. നമുക്കൊരു ലാവ ഫാമും ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം ഈ വില്ലേജിൽ നിന്ന് ബെഡ് വല്ലതും ഒപ്പിക്കാം. ബെഡ് എടുത്തോ. ഇതാണ് ലാവ് എടുക്കുന്ന വഴി. എങ്ങാണ് ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ അവർ അത് മതി. ഞാൻ പറയാം, എനിക്കൊരു ബട്ടനും അടി കിട്ടുന്നില്ല, ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല എവിടെയൊക്കെയാണ് നിൽക്കേണ്ടതെന്ന്. ചത്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കൂല, നിർത്തു. ഇനി അങ്ങോട്ടുണ്ടോ? ചത്ത് 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 ചത്ത്. ഇല്ല, വരൂ. ഇല്ല, ചത്ത് ചത്ത്. ഇല്ല എടാ, ഇൻവെൻട്രി ഇല്ല. ചത്ത് ചത്ത് ചത്ത്. ഇല്ല, ഓടിക്കോ ഓടിക്കോ. എടാ എടാ, ഓടുന്ന ബട്ടൺ. എല്ലാം അവസാനിച്ച്. എൻ്റെ ലൂട്ട്. എടാ 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 എടാ, ചാവല്ലടാ ചാവല്. എൻ്റെ ലൂട്ട് പോയി. എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ എൻ്റെ വീട്ടിൽ പോകണം. അയ്യപ്പം എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഞാൻ പോവാ, ടാറ്റ. ഞാൻ നിർത്തി പോവാ. ഞാൻ ഡിപ്രഷൻ അടിച്ചു പോവാ. 2000 years later. ഇല്ല, അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഞാൻ തോറ്റിട്ടില്ല. എന്ത് വിചാരിച്ച് MC കീബോർഡ് മൗസും പോയെന്ന് വിചാരിച്ച് MC സങ്കടപ്പെട്ടിരിക്കുമെന്ന്? ഇല്ല, നെവർ ഗീവ് അപ്പ്. ഞാൻ നറൂട്ടോയിൽ നിന്ന് ഇൻസ്പയർ ആയി. ഞാൻ വീണ്ടും നറൂട്ടോ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി എൻ്റെ ടൂൾസ് വീണ്ടും ഉണ്ടാക്കിയിട്ട് ആ ലാവ് എടുത്തിട്ടുള്ളൂ കാര്യം. അതെൻ്റെ എൻ്റെ കുറച്ച് ടൂൾസ് ഫുഡ് കളഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും ഞാൻ തോറ്റിട്ടില്ല. ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഞാനൊരു ധീരുവല്ലെന്ന് അലാവയ്ക്ക് കാണിച്ചു കൊടുത്തിരിക്കും. പോയി എൻ്റെ ബേസിൽ പോയി തൽക്കാലത്തേക്ക് ടൂൾസ് ഉണ്ടാക്കാം. എക്സ്ട്രാ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ട്. ഞാൻ ഇതിന് ടൂൾസ് ഉണ്ടാക്കുന്നത്. ടൂൾസ് ഇല്ലാതെ എനിക്ക് ലാവ ബക്കറ്റ് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള ഫുൾ ക്യാരറ്റ് ഞാൻ എടുത്ത് ആ ലാവേനെ പിടിച്ചിരിക്കും. ഇനി ഫുഡിൻ്റെ കുറവ് വരുത്തില്ല. നിങ്ങൾ അത് ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അതും പോവും. അതുകൊണ്ട് ഞാൻ ബാക്കപ്പ് പ്ലാനായിട്ട് എൻ്റെ കുറച്ച് ക്യാരറ്റ് സീഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ പോവുക. വരുന്നാട ലാവേനെ ഞാൻ പിടിക്കാൻ. വീഴത്തില്ല കാര്യം.
ഭാഗം സേഫാണ്. ഓക്കെ, ലാവ അങ്ങോട്ടാണ് പോകുന്നത്. അല്ല പിന്നെ ഇനി നീ എൻ്റെ കയ്യിലാണ് ലാവേ. നിന്നെ ഞാൻ കുപ്പിക്കകത്താക്കി. നീ എന്തോന്നാണോ വിചാരിച്ചേ? പറ നീ എന്തോന്നാ വിചാരിച്ചേ? എൻ്റെ ലൂട്ടൊക്കെ നീ ലാവയ്ക്കകത്ത് കത്തിച്ച് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പേടിച്ചോട് വന്നു ധീരനെ പോലെ. കള്ള ഹറാം പറന്ന ലാവേ, എൻ്റെ കീബോർഡും മൗസും പോയ കാരണമാണ് ഇപ്പം നീ ഈ സ്ഥിതി. കീബോർഡ് മൗസ് പോയ കാരണമാണ് ഞാൻ അങ്ങനെ എത്തത്. നീ എന്ത് വിചാരിച്ച് ഞാൻ കീബോർഡ് മൗസ് പോയി കഴിഞ്ഞ് ന്യൂബാവുമെന്നാ? ഇല്ല, എനിക്കറിയാം ഞാൻ ഭയങ്കര പ്രോയാന്ന്. ഒരിക്കലും വിട്ടു കൊടുക്കില്ലടാ. നിന്നെ ഞാൻ ഇതിലാക്കി നിനക്കൊരു പണി തരാം. നീ പോയിത്തിരി വേദനപ്പെടാ. ഓക്കെ, ഇപ്പം എൻ്റെ തൽക്കാലം ഇതെപ്പോൾ സംഭവിച്ച് ണ്ട്. നമുക്ക് കുറച്ച് ഐറ്റംസ് ആണ്. എൻ്റെ ജസ്റ്റിനകത്ത് ഇത്തിരി വുഡ് കാണണേ. ഇതെടുക്കാം. ഇതിലാണ് നമ്മൾ അയഫാം ഉണ്ടാക്കാനുള്ള മെയിൻ സാധനങ്ങൾ വേണ്ടത്. അപ്പം അയഫാം ഉണ്ടാക്കാനുള്ള സ്ഥലത്ത് നമുക്ക് ഫസ്റ്റ് ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ബാരിയർ നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ അയഫാമിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനവും വെക്കും. എന്നിട്ട് നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കുക, പിന്നെ ഷെയറും കൂടെ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പുണ്യം. ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞു തന്നിട്ട് നമ്മൾ സീരിയസ് ആവും. ഞാൻ സീരിയസ് ആവണം. MC ഇത്തിരി മണ്ട കയറി നോക്കാം. നമ്മുടെ ബേസിൽ നിന്ന് നോക്കാം. ഇതാണ് ബേസ് എങ്കിൽ നമ്മുടെ ഈ താഴെയാണ് അയഫാം ഉണ്ടാക്കേണ്ടത്. അതൊക്കെ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാം. വെട്ടിൻ്റെ പണി കിട്ടിയാലോ. ഞാൻ ഈ ഏരിയയും ക്ലീൻ ചെയ്യണം. നമ്മുടെ ബേസിൻ്റെ തൊട്ട് താഴെ, അതായത് ഇവിടേക്ക് പണിയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യാം. ധൃതിയൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട ലാവ ബക്കറ്റ്. ഞാനത് ഇതിൻ്റെ അകത്ത് വെക്കുക. ഓക്കെ, ലാവ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ട് നമ്മൾ ഈ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞത്. യെസ്, അത് തന്നെ. ഇവിടെ ബെഡ്. അയ്യോ, ബെഡ് അവിടെയാ വില്ലേജ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ ഇരിക്കുന്നു. നമ്മുടെ വെളുപ്പിനത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നൈറ്റ് കാണാൻ വേറെ ലെവലാണ് കേട്ടാ. ഡേ കുളത്തിലെങ്കിലും നൈറ്റ് സീനാണ് ഇത്. ഓക്കെ, നമുക്ക് മണ്ടക്കോയി നമ്മുടെ ബാക്കി സാധനങ്ങൾ കളക്ട് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ ചെസ്റ്റിൻ്റെ അകത്ത് വല്ല കഴിക്കാൻ നമ്മുടെ ഇതിലോട്ട് വല്ലതും എന്താ പറയുന്നത് 3 വില്ലേജർ ആയിട്ടുണ്ട്. ഓക്കെ, വല്ലതും സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടൊന്നും ഇല്ലല്ലോടെ. ഞാൻ പട്ടിണി നടന്ന് ഞാൻ വേണ്ടി വരുമോ? നമുക്ക് മണ്ടക്കോയി നോക്കാം. അവിടെ ഒരു ബാരിയർ ഉണ്ട്. അതിൻ്റെ അകത്ത് വല്ല ടൂൾസും എല്ലാം കാണും. ഇതിൻ്റെ അകത്ത് ടൂൾസാണ് മിക്കവാറും കാണും. അത് തന്നെ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ സർവൈവൽ നമ്മുടെ ഈ വേൾഡിക്ക് ഫസ്റ്റ് ഉപയോഗിച്ച ടൂള് ഇത് ഞാൻ ഉപയോഗിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇത് ഞാൻ എൻ്റെ ഈ ലെസ് പ്ലേ അവസാനിക്കുന്നവരെ ഈ ടൂൾസ് എനിക്ക് വേണം. MC ഗെയിമർ ഈ ടൂൾ വെച്ചാണ് ഇത്ര ഫസ്റ്റ് ബിഗിനിങ് ഒക്കെ തുടങ്ങിയത്. ആ ടൂള് നമ്മൾ കാത്തോ. വെയിറ്റ് ദ സെക്കൻഡ്. വാട്ട്? ഞാൻ കാണുന്ന സത്യമാണോ? ഫോറസ്റ്റ്. ഇനി വീട് പണിയാൻ ആ ഇതും കൂടെ ഉപയോഗിക്കാം കേട്ടാ. ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ കിട്ടുമെന്ന്. സ്നോ. നമ്മുടെ വീട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും കേട്ടോ. ഇതൊക്കെ ഇത്രയും കണ്ട സ്ഥിതിക്ക് നമുക്കൊരു എക്സ്പ്ലോറേഷൻ നടത്തേണ്ടതാണ്. ഓക്കെ, വേൾഡ് വന്നപ്പോൾ നമ്മൾ ചെയ്തത് വീണ്ടും ചെയ്യുക. കാരണം നമ്മൾ ചത്തിരിക്കുന്നു. ലാസ്റ്റ് മരം വെട്ടിക്കഴിഞ്ഞ് നമ്മുടെ ബേസിൽ പോയി ടൂൾസ് ഉണ്ടാകും. ബട്ട് ഞാൻ നേരെ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഷവലുണ്ടാക്കി ഏരിയ ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്ത് ഇത് കവർ ചെയ്യണം. എന്നിട്ട് ഇത് നല്ല യൂസ് ചെയ്ത് ഈ ഒരു ലെവലിൽ നമുക്കെല്ലാം പണി ചെയ്യണം. പറയാമല്ലോ എന്തുമാതിരി ടൈം എടുക്കുമെന്ന്. അപ്പം ഇന്നും വീട് വരും. എന്തോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മറ്റേ സ്റ്റോണിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം. അതുണ്ടാക്കാം. ഫസ്റ്റ് സ്റ്റോൺ ടൂൾസ് ആവട്ടെ. ഞാൻ വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുന്നു.
ഇപ്പം നിങ്ങൾ കമൻറ്റിൽ പറയാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും, MC അപ്പോൾ നീ ഈ ടൂളും അതിൻ്റെ കൂട്ടത്തിൽ വെക്കുമോ? ഇല്ല, ഇത് ഞാൻ രണ്ടാമതുണ്ടാക്കിയ ടൂളാണ്. അത് തന്നെ രണ്ടാമത്. അപ്പം ഇതെനിക്ക് ആവശ്യമില്ല. എൻ്റെ ആ ഫസ്റ്റ് ടൂൾ, ഈ ലെറ്റ്സ് പ്ലേ കയറി ആദ്യം ഉപയോഗിച്ച ടൂൾ ഇത് രണ്ടുമാണ് ഞാൻ വെക്കുന്നത്. അത് രണ്ടാമത് ഉപയോഗിച്ചത്, അപ്പോൾ സെക്കൻഡ് ഹാൻഡായി. അപ്പം അതല്ല എനിക്ക് വേണ്ടത്, ഫസ്റ്റ് ഉപയോഗിച്ച ടൂളാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ആവശ്യമുള്ള സ്റ്റോൺ അങ്ങനെ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് ജങ്ക് ലോഡായിട്ടില്ല. ലോഡാവുന്നുണ്ട്. നമ്മുടേതേ കാണാൻ കൊള്ളാം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ അവിടെ ഓരോരോ ബിൽഡിംഗ് വരുമ്പോൾ എങ്ങനെ ഇരിക്കും. ഈ കേവ് നമുക്കൊരു നല്ലൊരു ഡിസൈൻ കൊടുക്കണം. അതായത് ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ സൂ വരാൻ പോകുന്നത്. അത് തന്നെ കേട്ടാൽ ശരിയാണ്. സൂ ഒക്കെ ഇതിൻ്റെ അകത്ത് നമ്മളുണ്ടാക്കും. സർപ്രൈസ് ആയില്ലേ? ഞാൻ സൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സൂ ഇത്തിരി വ്യത്യാസമായിരിക്കും. എല്ലാവരും സൂ ഇങ്ങനെ അയക്കണം, ബട്ട് ഇതൊരു സ്റ്റെപ്പായിട്ടായിരിക്കും. അതായത് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പായിരിക്കും. ഇതിനും കൂടെ വലുതാക്കും, എന്നിട്ടൊരു വട്ടത്തിലായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ആനിമൽ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഒരു ആനിമൽ, അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ ഒരു ആനിമൽ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ കാണാൻ അത് യൂണീക്കായിരിക്കും. കറക്റ്റ് 24 എണ്ണം അത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ട്രാപ്പ് ഡോറ്, അത് 11 എണ്ണം. ഏത് ട്രാപ്പ് ഡോർ വേണമെങ്കിലും എടുക്കാം, ബട്ട് അത് ട്രാപ്പ് ഡോർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ട്രാപ്പ് ഡോർ ലിസ്റ്റിലുള്ളത് അല്ല, എന്തെങ്കിലും പറ്റുമ്പോൾ ഉപയോഗിക്കാം. ഓക്കെ, 14 എണ്ണം. ഇനി നമുക്ക് വേണ്ടത് 3 ഹോപ്പറാണ്. നിങ്ങൾക്കറിയാലോ, ഒരു ഹോപ്പറിന് 8 അയം വേണം. നമ്മുടെ ഇരിക്കുന്ന അയം കൂട്ടുവാണെങ്കിൽ അത് പോരാ. അതിനായിട്ട് അല്ലയോ മൈഷാഫ്റ്റ് എൻ്റെ ഭാഗ്യം നോക്കി നേരെ ഇറങ്ങിയത് മൈഷാഫ്റ്റിലേക്ക്. ഹൈ, സെൻറ്റർമാൻ്റെ കണ്ണല്ലേ കണ്ടത്? ഈ സെൻറ്റർമാൻ്റെ കണ്ണ് ഇരുട്ടത്ത് ഇത്രയ്ക്കും പേടിപ്പെടുത്തുന്നതാണോ? മൈൻഷാഫ്റ്റിൽ ഇറങ്ങണോ? ആർമറിലൊരു കുന്തവും ഇല്ല, നേരെ ഇറങ്ങിച്ചെന്ന ചതവെന്ന് ഉറപ്പാ. വെറുതെ റിസ്ക് എടുക്കണേ. ഉള്ള കാര്യം പറയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ കയറി ചെല്ലും, ആ ചലന്തി സ്പോണാവും, എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. അല്ല, എൻ്റെ കയ്യിൽ ആർമറുണ്ടല്ലോ. ചത്തായിരുന്നു, മറന്നുമില്ല. വയ്ക്കാത്ത പണി ചത്ത്. ഇവിടെ ഹൈ കോപ്പർ, നമുക്ക് കോപ്പർ ആർമർ ആവാം. അറ്റ്ലീസ്റ്റ് കോപ്പറിന് ടൂൾസെങ്കിലും ആവാം. ഇപ്പോൾ കോപ്പറിൻ്റെ വളരെ അത്യാവശ്യമാണ് എനിക്ക്. മുമ്പ് കോപ്പർ കണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യുമെങ്കിലും ഇപ്പം എനിക്ക് കോപ്പർ വളരെ അത്യാവശ്യമാണ്. താങ്ക് യു ഫോർ കോപ്പർ. ആൻഡ് ഇവിടെ കോളിരിപ്പുണ്ട്. നമ്മൾ പുതിയ വഴികളാണ് ഗൈസ് കണ്ടുപിടിച്ച് പോകുന്നത്. പുതിയ വഴികളിൽ അയ്യോ ചലന്തി, നാട്ടുകാരെ വീട്ടുകാരെ രക്ഷിക്കണം, എൻ്റെ പറയും ചലന്തി വരുന്നേ. ഗൈസ് ഞാൻ ഭയങ്കര രൂപമായി ഗൈസ്. ഇനി മിക്കവാറും സപ്ലൈക്കകത്ത് പോലീസിനെ വിളിച്ചേ പറ്റൂ. ഇങ്ങനെ പോകണ ഒരു കാലത്ത് ഒരിക്കലും പ്രോയാവാൻ കഴിയൂല. മോറിസിൻ്റെ കീബോർഡ് മൗസും ഒന്ന് ചോദിച്ചു നോക്കാം, തരുവോ ഇല്ലയെന്ന് അറിയൂല. കിട്ടി ഒരു സ്റ്റാക്കായി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഗേൾ ഫ്രണ്ടിൽ നിന്ന് 500 രൂപ ചോദിച്ചു നോക്കാം. അപ്പം വീണ്ടും ഹബ്ബ് വാങ്ങാൻ കഴിയും. അയണവരെ ബാക്കി എല്ലാ ഓറും ഞാൻ കാണുന്നുണ്ട്. ബാക്കി എല്ലാ ഓറും ഉദ്ദേശിച്ചത് കോള്. ഇനി എനിക്ക് അങ്ങോട്ട് ടോർച്ചിട്ട് പോകാൻ കഴിയില്ല ഗൈസ്. നിങ്ങൾക്കറിയാം കാരണം എന്താന്ന്? പേടിയല്ല പിന്നെ എന്ത്. എടാ ഇത് എങ്ങോട്ടാടാ ഈ പോകുന്നേ? അയണ് വേണ്ടി വന്നേടാ, ഒരയണിന് താടാ. എത്ര ഇറങ്ങിയടാ? നിങ്ങൾക്ക് അയൺ തരാൻ പറ്റുമില്ലയോ? മര്യാദക്ക് അങ്ങോട്ട് പറ. വെറുതെ ഗെയിമിലുള്ള ടോർച്ചൊക്കെ ഇട്ടിരിപ്പിക്കാൻ വേണ്ടി. അപ്പോഴറിയാം നിമ്മമാർക്ക് അയൺ തരാൻ പറ്റത്തില്ലെന്ന്. തരം വന്നല്ലേ ഈ കോളും കൂടെ കൊണ്ടുപോയേക്കാം. എനിക്ക് അപ്പോഴും തോന്നി നിമ്മമാർ അയൺ തരത്തില്ലെന്ന്. അടുത്ത വീഡിയോ സീരിയസ് ആവാം. അടുത്ത വീഡിയോയിൽ ഞാൻ സീരിയസ് ആവും ഉറപ്പാണ്. ഏത് ഗെയിം പോട്ടെ, ഏത് ഗെയിം വഴി വരുന്നു, ഏത് വഴിയാണ് പോയി, ഏത് വഴി തിരിച്ചു വരുന്നത്. 6 അയൺ കിട്ടി ഗൈസ്. അപ്പം നമുക്ക് ഒരു 2 ഹോപ്പർ എന്തായാലും ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ 1 2 3 4 5 അയണും കണ്ട് മതി. 2 3 ഹോപ്പർ ഉണ്ടാക്കാം. 3 ഹോപ്പർ ഉണ്ടാക്കാൻ പറ്റുന്ന അയൺ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്.
കോഴിക്കുട്ട ഹായ് കോഴിക്കുട്ട അസ്സലാമലൈക്കും. എങ്ങനെയുണ്ട് വിശേഷമൊക്കെ സുഖമല്ലേ? വീട്ടുകാരൊക്കെ എങ്ങനെ പോകുന്നു? വീറ്റ് കേസ് നമ്മളെന്തായാലും കോഴിക്കുട്ടനായിട്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ വകയിലൊരു സീഡ് കൊടുക്കൽ നടക്കലാണ്. വീട്ടുകാർക്കൊക്കെ സുഖമല്ലേ കോഴിക്കുട്ട? എന്നാ തിന്നോ. അയ്യോ സോറി നാട്ടുകാരെ വിളിക്കല്ലേ കോഴിക്കുട്ട. അപ്പം ഞാൻ മണ്ടക്കുവാണ്. അയഫാം ഉണ്ടാക്കാൻ പോവാം. അയഫാം കാണണമെങ്കിൽ വരാം. കൂടാതെ തന്നെ ലാവിന്നൊക്കെ മാറിയിരിക്കുക. ചിക്കൻ തന്തൂരി ആവും, ചിക്കൻ 64 ആവും. നാട്ടുകാരൻ നിന്നെ ചിക്കൻ 64 ചിക്കൻ ബിരിയാണി കുറേ ആക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തുവാണ് പറയാനുള്ളത്? സൂസൈഡ് ചെയ്യാൻ പോവാണോ? ഡോണ്ട് സൂസൈഡൊന്നും ചെയ്യാൻ പാടില്ല. നാട്ടുകാർ പൊരിച്ചിടുന്നതൊക്കെ നിനക്ക് നല്ലതാ. എൻ്റെ പുറകെ വരുന്നതിന് ഓടിക്കളയാ. ഞാൻ മിക്കവാറും അവനെ 64 ആക്കുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചോട് പോകണം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള 8 അയൺ എടുത്ത് ഈ 6 അയൺ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള അയൺ എടുക്കുക. എന്നിട്ട് ഇത്തിരി വുഡ് പോയി വെട്ടുക. 3 ചെസ്റ്റ് ഉണ്ടാക്കുക. അല്ലാതെ 3 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റണേ പറ്റിയില്ല. മരം വെട്ടണം, കുറച്ചുകൂടെ മരം വെട്ടിയിട്ട് വരാം. ഓക്കെ, 6 അയൺ = 9 അയൺ. ഓക്കെ, 15 അയൺ കൊണ്ട് എത്ര ഹോപ്പർ ഉണ്ടാവോ? 2 എണ്ണം ഉണ്ടായാൽ മതിയായിരുന്നു. 3 ഹോപ്പറെങ്കിൽ 3 പ്ലീസ്. 3 ഹോപ്പർ. യെസ്, 3 ഹോപ്പർ. ബട്ട് 3 ഹോപ്പർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയണേ കാണൂല. അയണില്ലെന്ന് വെച്ചാൽ മനസ്സിലായോ? അതായത് നമുക്ക് ഷെയറും ഉണ്ടാക്കാൻ കഴിയില്ല. ഷീപ്പിനെ കൊല്ലേണ്ടി വരും, 3 ഷീപ്പിന്. ഇതിപ്പം ഉണ്ടാക്കാം. വേറെ അയം വലിയ ഇരിപ്പോണാന്ന് ഞാൻ നോക്കാം. 3 ബെഡ്, 1 ഷവ്വല്, ഇത്ര മതി. 3 ബെഡ് ഇനി എവിടെ നിന്ന് ഒപ്പിക്കാവോ? വില്ലേജിൽ പോയി നോക്കാം, അവിടെ ബെഡ് എന്തായാലും. അയംകുളത്തിൻ്റെ തട്ടി വേണമെങ്കിൽ നമുക്ക് ഷെയർ ഒപ്പിക്കാവുന്നതാണ്. ബട്ട് ഞാൻ പറയുന്ന കാര്യം, നമ്മളൊരിക്കലും വില്ലേജിൽ അയംകുളത്തിനെ കൊല്ലാൻ പാടില്ല. അത് വളരെ മോശകരമായ പ്രവൃത്തിയാണ്. ഓക്കെ, 1 ബെഡ് ഞാനങ്ങനെ എടുത്തു. ഈ വില്ലേജ് ഞാൻ ഈ ബെഡ് തിരിച്ചുകൊണ്ട് വെക്കും ഒരു നാൾ. വാക്ക് ഈ വില്ലേജ് ഒരു നഗരമാക്കി എടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഈ വീടെല്ലാം പൊട്ടിച്ച് വില്ലേജിനൊക്കെ ഒരു റിച്ച് വീടോട്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ. അത് മിക്കവാറും ഏകദേശം ഒരു 30-40 എപ്പിസോഡ് ഞാനത് ചെയ്യും. ഇപ്പോൾ നമ്മുടെ 2 ബെഡായി. 1 ബെഡും കൂടെ അതേ വീട്ടിൽ നിന്ന് ഇട്ടിക്കുള്ളൂ. മോനെ ബെഡ്. ബെഡ് ആരും എടുത്തോണ്ട് ഈ പാവം കൊന്നാൽ മതി. ഇത് എവിടെ ഒരു ഷീപ്പ്. അപ്പോൾ 2 ഷീപ്പിനെ ഇങ്ങനെ തട്ടിയേക്കാൻ നൈസായിട്ട്. ഓടല്ലേ. അത്രേ ഉള്ളൂ. അവൻ തട്ടി. ഇനി അടുത്ത ഷീപ്പ്, അതിനും തട്ടി. 1 ഷീപ്പിനെയും കൂടെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള ഷീപ്പായി. മോനെ ഷീപ്പേ, നിൻ്റെ കൂട്ടുകാരനെ വേറെ ഷീപ്പിനെ കണ്ടാടാ? കാണുമ്പോൾ ഒന്ന് പറയണം കേട്ടാ എൻ്റെ അടുത്തോട്ട് വരാൻ. പട്ടി. അത്രേ ഉള്ളൂ. മൊബൈലിലപ്പുറം ഉണർന്നിരിക്കുന്നു. ആഹാ, എനിക്ക് ഇത്രയും നല്ല ഭാഗ്യം ഉണ്ടായിരുന്ന. 3 ബെഡ് പോയി അങ്ങനെ, അതും വൈറ്റ് ബെഡ്. ഇനി നേരെ പോയി ബെഡ് ഉണ്ടാക്കാം. എനിക്ക് അതിന് മുമ്പ് 3 ബെഡ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അങ്ങനെ 3 ബെഡായി. ലാവ ഇത് 3 ബെഡ്, ട്രാപ്പ് ഡോറ്, ഇത് ഇത്രയും മതി. ചെസ്റ്റ് വേണം അല്ലേ? അതന്നെ, ഡബിൾ ചെസ്റ്റ്. ഇനി ഒരു വാട്ടർ ബക്കറ്റ് താഴെയല്ലേ, അവിടെ പോയി എടുത്തുകൊണ്ട് വരണം. അതും എടുത്തുകൊണ്ട് വരാം, നോ പ്രോബ്ലം ബ്രാൻ. ഓക്കെ, ഈ ബാരിയറിൻ്റെ അകത്ത് കൊണ്ടുപോയി നമ്മുടെ എന്താ പറയുന്നത് ഈ ഒരു 2 ചെസ്റ്റ്. ഇനി ഒരു വാട്ടറും കൂടെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ആയി. അവിടെയാണ് നമ്മുടെ വാട്ടർ ബക്കറ്റ് ഇരിക്കുന്നത്, അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം ഓർത്തിട്ടുള്ള സങ്കടം, അതായത് ഈ 3 വില്ലേജാണ് വലിച്ചുകൊണ്ട് ആ മലയുടെ മണ്ടൊക്കെ കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിക്കുക ഞാൻ. ഇപ്പോൾ 4 വില്ലേജറായി കാണണം അവിടെ. അത് തന്നെ 4 വില്ലേജറായി. ആൻഡ് ഇനിയും വില്ലേജസ് വരുന്നുണ്ടോ? പിന്നെ എന്താ, ഒരു വില്ലേജർ വലുതായി കഴിഞ്ഞാൽ അടുത്ത വില്ലേജർ പടയെന്ന് പറയും വലുതാവുക. ഇതാ അതിൻ്റെ വാട്ടർ ബക്കറ്റ്. ഓക്കെ, അതുമായി. ഇനി നമുക്ക് നേരെ ബേസിലോട്ട് വിടാം. ചിക്കൻ 64 മോനെ
ഞാൻ നിനക്ക് സീഡ് എന്തായിരുന്നല്ലേ ഓർക്കുന്നുണ്ടോ? ഞാൻ ആ സീഡ് തന്നാ. ഇവന് ഓർമ്മയില്ല. സീഡ് കൊടുത്ത എല്ലാ ദിവസവും തിന്നിപ്പിക്കണം, എന്നാലും ഇവന് ഓർമ്മ വരും. സീഡ് 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 കൊച്ചുണ്ടാപ്പുറയ്ക്ക് സീഡ് വേണോടാ. സീഡാടാ. ആ മോനെ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു. എടാ മോനെ സീഡ് 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 ഇപ്പോൾ ഓർമ്മ വന്നാ? അണ്ണന് ഓർമ്മ വന്നാ? ഞാൻ ഇന്നലത്തെ സീഡ് തന്നാ. താങ്ക് യു പറയില്ലേ? താങ്ക് യു പറയുന്നില്ലേ? താങ്ക് യു പറ. അവൻ്റെ അപ്പൂപ്പൻ്റെ കീസോ? എൻ്റെ അപ്പൂപ്പൻ്റെ കീസോടാ. ഇതിങ്ങനെ മൈൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ പോയി റീപ്ലേ മോഡ് കണ്ടിട്ട് പോവുക. അത് തന്നെ. ഓക്കെ, ഞാൻ ഇനിയും ഷവലിച്ച് വിടില്ല, മൈൻഡ് ചെയ്യാം, ഒരു ലെവലിലാക്കാം. നിങ്ങളതൊരു റീപ്ലേ മോഡാണ്. റീപ്ലേ ജയ് ഹിം. ഞാനങ്ങനെ ഇത് ഈ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇത്രയും ഞാൻ തൽക്കാലം ക്ലീൻ ചെയ്യുന്നുള്ളൂ. കാര്യം ഇതിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റൂല. അതിൻ്റെ മെയിൻ റീസണാണ് ഡേറ്റ് എല്ലാം തീർന്നത്. ഇനി ഇവിടുന്ന് മൈൻഡ് ചെയ്ത് അവിടുന്ന് വെച്ച് അത് മതിയായിരിക്കും. നമുക്ക് IFM ഉണ്ടാക്കി ഈ ഏരിയ മതി. ഞാൻ ഈ ഏരിയയിലാണ് IFM ഉണ്ടാക്കുന്നത്. ആൻഡ് അങ്ങോട്ടുള്ള ഏരിയ നമ്മൾ ഇനിയും ക്ലീൻ ചെയ്ത് ലാവ ഫാമൊക്കെ പണിയുന്നതാണ്. അപ്പോൾ അതിനും കുറച്ച് ഡേറ്റൊക്കെ വേണം. അത് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അടുത്ത വീഡിയോയിലല്ലേ നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ IFM ആണ് നമ്മളെ കൂടെ. അപ്പോൾ IFM ഉണ്ടാക്കാവുള്ളൂ, നമ്മൾ അതിൻ്റെ അപ്പുറം ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവല് വെച്ച് അടയാളപ്പെടുത്തി അത് ചെയ്യുക, IFM ഉണ്ടാക്കണം. അപ്പം ഈ IFMൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് ഈ IFM എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ പോയത് കാണാവുന്നതാണ്. അപ്പം ഞാൻ പോയി IFM ഉണ്ടാക്കട്ടെ. ഞാൻ റീപ്ലേ മോഡ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇതങ്ങനെ പൂർത്തിയായിരിക്കുന്നു ഗൈസ്. അത് തന്നെ കുറച്ച് കൂടുതൽ ടൈം എടുത്ത്, എന്നാലും കംപ്ലീറ്റ് ആയി. ആ സോമിനെ കണ്ടുപിടിക്കാനായിരുന്നു ലാസ്റ്റ് പാട്. സോമിനെ കണ്ടുപിടിച്ച് വില്ലേജറിനെ ഇട്ട് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് ടൈം എടുക്കും. കൂട്ടുവാണെങ്കിൽ മൈൻക്രാഫ്റ്റിൽ ഒരു ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഈ ഫാം വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, പണ്ടേ സീനാ ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഒരു നൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പക്ക വർക്ക് ചെയ്യാതെ അത് പാർക്ക് ചെയ്യാനും തുടങ്ങി. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.